ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 19ാമത്തെ ദിനം. കൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 19ാമത്തെ ചവിട്ടുപടിയും നാം ഇന്ന് ചവിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളതായ യാത്രകൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയുടേതായ യാത്രകളാകണം, രൂപാന്തരത്തിൻ്റെതായ യാത്രകളാകണം, ശുദ്ധ ഹൃദയത്തോടു കൂടിയുള്ളതായ യാത്രകളാകണം. പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനെ സ്വീകരിച്ചുകൊണ്ടുള്ളതായ യാത്രകൾ ആകണം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങൾ 51 അതിൻ്റെ 10ാമത്തെ വാക്യം. 51ാം സങ്കീർത്തനം 10ാം വാക്യം. Psalms chapter 51 verse 10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഈ വലിയ നോമ്പിൻ്റെ 19ാം ദിവസത്തിലേക്ക് നാം എത്തുമ്പോൾ ദാവീദിൻ്റെ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദമാകുന്നു. പാപം മനുഷ്യനെ പുറത്തല്ല, ഉള്ളിൽ തന്നെയാണ് മലിനമാക്കുന്നത്. അതുകൊണ്ട് ദാവീദ് എൻ്റെ പ്രവൃത്തികൾ മാറ്റുക എന്ന് പറഞ്ഞില്ല. പിന്നെയോ ദാവീദ് പറഞ്ഞത്, ദൈവമേ, എൻ്റെ ഹൃദയത്തെ പുതുക്കണമേ എന്നാണ്. വലിയ നോമ്പ് ഒരു പുറം ചടങ്ങല്ല, അത് ഒരു ഹൃദയ ശുദ്ധിയുടെ യാത്രയാണ്. നാം പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുവാൻ തിടുക്കം കൂട്ടുന്നവരാണ്. എന്നാൽ ഈ നോമ്പുകാലം നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനായിട്ട് വിളിക്കുന്നു. എൻ്റെ ചിന്തകൾ വിശുദ്ധമാണോ? എൻ്റെ ഉദ്ദേശങ്ങൾ സുതാര്യമാണോ? ഞാൻ കാണിക്കുന്ന ഭക്തി ഹൃദയത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത്? പ്രിയമുള്ളവരെ, ശുദ്ധ ഹൃദയം ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. നമ്മുടെ ശ്രമം മാത്രം പോരാ, അവൻ്റെ കൃപയും ആവശ്യമാണ്. ഇന്ന് ഈ വലിയ നോമ്പിൽ ഒരു സത്യസന്ധ പ്രാർത്ഥന നമുക്ക് ഉയർത്താം. ദൈവമേ, എന്നെ പുറത്തു മാത്രം മാറ്റരുതേ, എൻ്റെ ഉള്ളവും പുതുക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായ അശുദ്ധികളെ നീക്കണമേ. നിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമായ ഹൃദയം എനിക്ക് തരണമേ. എന്നിൽ സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.